ചേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ. അതിലൊരു രംഗമുണ്ട്. അവിടെ ഈ ക്ലൈമാക്സ് എടുക്കുമ്പോൾ വലിയ കല്യാണ കോലാഹലവും അടി ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന സമയത്ത് അതിൽ കുറച്ച് കഥാപാത്രം മുകേഷ്, ഇന്നസെന്റ്, കെ പി സി ലളിത ഇവരൊക്കെ മറ്റേ പാത്രമൊക്കെ തലയിൽ വെച്ച് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ പോകുന്ന ഒരവസ്ഥയാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അടിതൊട്ട് മൂട്ടി വരെ ബഹളം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വരെ രോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിൽ നൈസായിട്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഒച്ചപ്പാടും പുകിലുകളും ഒക്കെ ആരും കണ്ടില്ല എന്ന മട്ടില് ഒളിച്ചും പാത്തും ഒക്കെ അവരങ്ങ് പോയി ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയ PV അൻവർ, G സുധാകരൻ, S രാജേന്ദ്രൻ, പിന്നെ CC മുകുന്ദൻ, നാട്ടികയില് CC മുകുന്ദൻ, കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ, KK ഗോവിന്ദൻ, പിന്നെ നമ്മുടെ പാലക്കാട് ശശി, തീവ്രത ശശി, PK ശശി, ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ്. പിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സംഗതി, നമ്മള് പൊതുവെ കാര്യം കൂടെ പറയാം, ബാബു ദിവാകരൻ NDA സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്തൂരി മത്സരിക്കുക. RSPയുടെ വലിയ നേതാവ് ഇടതുപക്ഷത്തിന്റെ അഭേദ്യമായ ഭാഗവുമായിരുന്നു. അതെ. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, നമ്മള് AN ഷംസീറിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മള് ഒരു പക്വത കുറവുള്ള ഒരു നേതാവെന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയിരുന്നത്. പക്ഷെ അദ്ദേഹം സ്പീക്കർ പദവിയിൽ എത്തിയതിനു ശേഷം ഇരുപക്ഷത്തെയും ഒരേപോലെ സ്പീക്കറിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അതിലെനിക്ക് CPM വലിയ ഒരു നിരാശ ഷംസീറിന്റെ ഭാഗത്തുണ്ടോ എന്ന് സംശയം. കാര്യം ഷംസീറിനെ നമ്മൾ പ്രതീക്ഷിച്ചാണ്, ഷംസീറിനെ ഒഴിവാക്കി കാരായി രാജൻ അവിടെ വരുന്നു. അപ്പോ വാസ്തവത്തിൽ ഈ ഷംസീറിനെ പോലെ വളർന്നു വരുന്ന ആൾക്കാരെയും കൂടി ഒഴിവാക്കി. നമ്മൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തലമുതിർന്ന നേതാക്കളെയാണ് ഒഴിവാക്കിയത്. G സുധാകരനെ ഒഴിവാക്കി, ഐസക്കിനെ ഒഴിവാക്കി, ഒരു പരിധി വരെ ശൈലജ ടീച്ചറിനെ ഒഴിവാക്കി എന്ന് തന്നെ പറയാം. തോൽപ്പിക്കാൻ കൊണ്ട് നിർത്തി. അതെ, ഉറപ്പാണ്. ഇപ്പോ ഷംസീറിനെ പോലെ രണ്ടാം നിരയിലെ തലയൊടിപ്പുള്ള സ്പീക്കർ പദവിയിലൊക്കെ ഇരുന്ന ഒരു നേതാവിനെ വരെ ഒഴിവാക്കുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? CPM ഒരു ജയം 3.0 എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ വാസ്തവത്തിൽ ഈ പുകിലൊരുക്കുന്നതിനപ്പുറം ഒരു ജയം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വാസ്തവത്തിൽ ജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ജയം പ്രതീക്ഷിക്കുന്നത് ബേപ്പൂരില് ഇപ്പോഴത്തെ മരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട്, ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ജയിക്കണം. അതിന് KK ശൈലജ പോലെ തടസ്സമുള്ള സീറ്റിലെങ്ങുമല്ല, 100% ജയിക്കാൻ സാധ്യതയുള്ള ബേപ്പൂരിൽ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയമാണ് സുപ്രധാനം. അദ്ദേഹത്തിന്റെ വിജയം. ഈ തേനീച്ചകളെ, അവിടുത്തെ വേലക്കാരായ തേനീച്ചകളൊക്കെ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അതിനകത്തെ റാണിക്ക് എന്നതുപോലെ ഈ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനും പിണിയായികളെല്ലാം പിടിമുറുക്കുന്നത്. ബാക്കി ആര് തോറ്റാലും ഒരു പ്രശ്നവുമില്ല. ഭൂരിപക്ഷം ആർജിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള PR എല്ലാം ഇവർ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം പത്രങ്ങളിലെ പരസ്യങ്ങളും ഡിസ്ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പരസ്യങ്ങളും കൊടുത്തുകൊണ്ട്, മിസ്ഇൻഫർമേഷനും കൊടുത്തുകൊണ്ട്, വീടാന്തരം സർവേ എന്നുള്ള പേരിൽ കയറി വ്യാജ വാർത്തകൾ കൊടുക്കാൻ ഭീഷണിപ്പെടുത്തി വോട്ടുകൾ വാങ്ങിക്കാനുള്ള സംവിധാനം വരെ നമ്മുടെ ഈ ഇവിടെ കണ്ണൂരിലെ സംവിധാനങ്ങളില്ലേ, തലവെട്ടി രാഷ്ട്രീയത്തിൻ്റെ ആസൂത്രണം പോലെ തന്നെയുള്ള ആസൂത്രണങ്ങൾ കൃത്യമായിട്ട് ഓർക്കസ്ട്രേറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം എന്താണെന്നറിയോ? പിണറായി വിജയൻ അല്ല അടുത്ത മുഖ്യമന്ത്രി, മുഹമ്മദ് റിയാസ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങൾ വിചാരിക്കും എന്തൊരു വിഡ്ഢിത്തമായി അയാൾ പറയുന്നത്. പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോ അനുമതി ശരിയാണ്. പിണറായി വിജയൻ അടുത്ത ഊഴത്തിൽ മുഴുവൻ ഭരിക്കാൻ ആഗ്രഹമില്ല. ആരോഗ്യ കാരണങ്ങളാൽ 2.5 വർഷം കഴിയുമ്പോൾ അത് വെച്ചൊഴിയുക. അതിനുശേഷം പാർട്ടിയുടെ തന്നെ ഉന്നതങ്ങളിലെത്തിയിട്ടുള്ള, ശരിക്കും SFIയിലൂടെ പ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്ത നല്ലൊരു യുവാവാണ്. അല്ല, നമുക്കൊരു മുഹമ്മദ് റിയാസ്. അല്ല, ഒരു മുൻ മാതൃകയുണ്ടല്ലോ. 2016 VS മത്സരിച്ചിരുന്നു. ഇപ്പൊ VSനെ നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അതേപോലെ ഇവിടെ പിണറായി വിജയനെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ റിയാസിന് മുഖ്യമന്ത്രിയാകാം. അല്ല, അത് നടക്കില്ല. കാരണം പിണറായി വിജയൻ ഈ ഇളവ് കൊടുത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരത്തിൽ വേണം. അത് പിണറായി പോളിറ്റ് ബ്യൂറോ മെമ്പർ ഈ പാർട്ടിയുടെ ഒരു രീതി, സാധാരണ രീതിയാണ്. അതിന് എക്സെപ്ഷൻസ് വരാം. അനുസരിച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കണം ഏറ്റവും ഉയർന്ന പദവി, സീനിയർ ആയിട്ടുള്ള പദവി വഹിക്കേണ്ടത്. ഇടയ്ക്ക് വരും. അദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ പോയി കഴിഞ്ഞാൽ അവിടെ റിയാസിന് സ്ഥാനം കിട്ടും. ഇപ്പം നോക്കൂ, താങ്കൾ നോക്കൂ, പിന്നെ പ്രേംലാലെ, അതായത് എല്ലാ കാര്യങ്ങളിലും ഈ പാർട്ടി മുന്നിൽ നിർത്തുന്നത് മുഹമ്മദ് റിയാസിനെ. നമ്മുടെ തൊട്ടടുത്തുള്ള സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം, അതിൻ്റെ ഉദ്ഘാടനം ആരാ ചെയ്തത്?
സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ആള് തദ്ദേശ ആണല്ലോ. നമ്മുടെ നഗരസഭയാണല്ലോ ഇത് ചെയ്തത്. നഗരസഭ കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഫണ്ട്, നഗരസഭയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെയ്യേണ്ട ആരാ? MP രാജേഷിനെ പാടെ ഒഴിവാക്കി ചെയ്തത് അതിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി. മുഹമ്മദ് റിയാസ് അതൊക്കെ കൊണ്ടുവരാൻ പിണറായി വിജയൻ അറിയാം. പോയി കഴിഞ്ഞാൽ വിവരം G സുധാകരന്റെ ഗതിയാവും MP രാജേഷ് നാളെ. അദ്ദേഹത്തിന് അതിനുള്ള ബുദ്ധിയുണ്ട്. അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. എല്ലാം ആ രീതിയിൽ ആസൂത്രണം ചെയ്ത. ശൈലജ ഒരു ഭീഷണിയാണ്. ശൈലജ ടീച്ചർ വന്ന ഒരു ഭീഷണിയാണ്. കാരണം സ്വീകാര്യതയിൽ പിണറായി വിജയനേക്കാളിലും ഇൻഡെക്സ് കൂടുതലുള്ള, മനസ്സിലായില്ലേ, സ്ട്രൈക്കിംഗ് റേറ്റ് കൂടുതലുള്ള നേതാവാണ് ശൈലജ. അപ്പിട്ട് തോൽപ്പിക്കാൻ ഉറപ്പിച്ച് പേരാവൂരി കൊണ്ട് നിർത്തിയിരിക്കുക. മനസ്സിലായില്ലേ? എത്ര തന്ത്രപരമായിട്ടാണ് ഈ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് നോക്കൂ. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അമ്പലപ്പുഴയിൽ മത്സരിച്ച് സുധാകരനെ തോൽപ്പിച്ചാൽ കൂടെ നിൽക്കൂ. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ എല്ലാ സഹായവും, പട്ടാഭിഷേകം നടത്താൻ വേണ്ടി എല്ലാ സഹായവും ചെയ്ത് വിശ്രയും വീശി കൊടുക്കാനിരിക്കുന്ന ആളിനെയാണ് അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ആ തരത്തിൽ എല്ലാം ഒരു തടസ്സവുമില്ലാത്ത വിധമുള്ള വെട്ടിനിരത്തലാണ് ഈ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുമായിട്ട് നമ്മുടെ കണ്ണൂരിൽ ഈ തലവെട്ടി രാഷ്ട്രീയം ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഇടിച്ചു നിരത്തൽ രാഷ്ട്രീയം, ബുൾഡോസർ രാഷ്ട്രീയം വളരെ തന്ത്രപരമായിട്ട് ഈ കോൺഗ്രസ് വളരെ ദുർബലമാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അവരുടെ കോൺഗ്രസിനകത്തിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ് ഏറെ നേരവും VD സതീശൻ. ആ സമയം CPM-നെ ഒന്നും കുറ്റപ്പെടുത്താൻ അദ്ദേഹത്തിന് മനസ്സനുവദിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സമയം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പടനായകനായിട്ടുള്ള ആൾക്കാർ എതിർപക്ഷത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന പോലെ ഒരു യുദ്ധം ഇപ്പോൾ VD സതീശൻ ചെയ്യുന്നുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു സെൽഫ് കോളിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ മിർ ജാഫർമാർ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ മിർ ജാഫർ ചെയ്തതുപോലെ, അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ കീഴടക്കാൻ വന്നപ്പോൾ പോരാടി നിന്ന പൗരുഷമുള്ള പുരൂരവസന് എതിരായിട്ട് അമ്പി ഒറ്റ കൊടുത്തതുപോലെ VD സതീശൻ ചെയ്യുന്നുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങിയതിലോട്ട് തന്നെ വരാം. നമ്മൾ ഷംസീറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഷംസീറിനെ മാറ്റി അവിടെ കാരായി രാജൻ, അദ്ദേഹം അവിടെ വലിയ ജനകീയനാണ്, പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, കൊലപാതക കേസിൽ പ്രതിയാണ്. അപ്പൊ മാത്രമല്ല, പക്ഷെ അതിന് അങ്ങനെ വെറും കൊലപാതകം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഫൈസി വധക്കേസിൽ കൊന്നിട്ട് ആ ചോര അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു വർഗീയമായിട്ടുള്ള രക്തരൂഷിതമായ കലാപത്തിന് അഗ്നി തെളിച്ച ആളാണോ ഈ കാരായി രാജൻ. അദ്ദേഹമാണ് തലവെട്ടി രാഷ്ട്രീയത്തിന്റെ മണ്ണായ കണ്ണൂരിലെ പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥി. പക്ഷേ കാരായി രാജൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെ ആയിരിക്കും പാർട്ടി പ്രവർത്തകർ പറയുന്നത്. പക്ഷേ കേരള പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രമാണ്. ഇതാ കേരള പോലീസിന്റെ മേന്മയും മറ്റു കാര്യങ്ങളുമാണ് CPM കാലാകാലങ്ങളിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ മേന്മയായിട്ട് എപ്പോഴും പ്രചരിപ്പിക്കും. അപ്പോൾ അത് തള്ളിക്കളയാൻ പറ്റില്ല. അവരങ്ങനെ പറയുന്നത് ശരിയാണെങ്കിൽ ഭുവനേശ്വരൻ എന്ന് പറയുന്ന ആളിനെ കൊല്ലുന്നു ഞാൻ എൻ്റെ നേരിട്ട് കണ്ണിന് മുമ്പിൽ കണ്ടതാണ്. ഭുവനേശ്വരൻ മരിച്ചിട്ടില്ല, അങ്ങനെ പറയേണ്ടി വരും. കാരണം കൊലപാതകികൾ ആരുമില്ല, പിന്നെ എങ്ങനെ മരിച്ചു? അങ്ങനെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഈ കേസിലെ കള്ളക്കളിയിലൊക്കെ നമുക്കറിയാവുന്നതല്ലേ, എങ്ങനെ കക്ഷികൾ കൂറുമാറുന്നു എന്നുള്ളതും കള്ളക്കേസ് പോലീസ് FIR ഇട്ട് കെട്ടിച്ചമയ്ക്കുന്നതും ഒക്കെ നമ്മൾ സാധാരണ ഈ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. അവരങ്ങനെ ക്ലെയിം ചെയ്യോട്ടെ. ഇപ്പൊ കാരായി രാജൻ എന്ന് പറയുന്നയാള് കണ്ണൂരിലെ അല്ലെങ്കിൽ തലശ്ശേരിയിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണ്. ഒരു പക്ഷെ അദ്ദേഹം ജയിച്ചെന്നും ഇരിക്കും. പക്ഷേ അദ്ദേഹത്തെ ബാക്കി 139 നിയോജക മണ്ഡലങ്ങളിലും പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരികൾ പ്രചരിപ്പിക്കുക, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കുന്നു. ഇത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹം. ഇത് CPM-ന് വാസ്തവത്തിൽ ദോഷമല്ലേ ചെയ്യുള്ളൂ. അവിടെ ഒരു സീറ്റ് ജയിച്ചെന്നിരിക്കും, പക്ഷെ ബാക്കി 139 സീറ്റുകളിലും ഇതൊരു ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പ്രചാരണ ആയുധമാകുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുക. അവർക്ക് അങ്ങനെ ഒരു ഉളുപ്പ് ഉണ്ടാവണ്ടേ? അതില്ല അവർക്കൊരിക്കലും. ഉണ്ടെങ്കിൽ ഇപ്പൊ ഗണേശ് മന്ത്രിസ്ഥാനത്തിരിക്കുമോ? ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണ്. എത്രയോ വർഷങ്ങളായിട്ട് കുറഞ്ഞ തീവ്രത കുറഞ്ഞ ഐറ്റമായിരിക്കും. തീവ്രത കൂടിയത് 5000 കാമികമാരെയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ശ്രീകൃഷ്ണന്റെ പദവിയിലേക്ക് ഉയരാൻ വേണ്ടി കുറിക്കുക. ശ്രീകൃഷ്ണന്റെ അതിൻ്റെ കഥയുടെ അർത്ഥം അറിയാതെ കണ്ട് ഇദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ കാമിക്കാത്തവരല്ലെങ്കിൽ പ്രണയിക്കാത്തവരെല്ലാം പൊട്ടന്മാരാണെന്ന്. അപ്പോൾ അവരെല്ലാം ഒന്നിനും കൊള്ളാത്തവർ, ഞാൻ മിടുക്കനായോണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനൊരു പൊതുബോധം കൂടെ കേരള മനസ്സിലുണ്ടാക്കി ദുഷിപ്പിച്ച വിഷം കലർത്തിയ ആളാണ് അദ്ദേഹം. സഹോദരന്മാരെ പോലെ കാണേണ്ട ആൾക്കാരെയും പ്രണയിനികളായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹം എന്തു തരം ജന്തുവാണ്?
മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? മൃഗങ്ങൾ ഇങ്ങനെ ആയിരിക്കാം, അവർക്ക് അവരുടെ ജന്മബന്ധങ്ങളോ സഹോദരൻ, ഒരു പെണ്ണിനെ കാണുമ്പോൾ സഹോദരി ആവണം, സഹോദരിയായിട്ട് തോന്നിക്കണം എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തോന്നലുളവാക്കുന്നവനും പ്രണയിച്ചില്ലെങ്കിൽ അവൻ പൊട്ടനാണെന്ന് പറയുന്ന നമ്മുടെ തായ്ലാൻഡിലെ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു സ്ഥലം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഈ ലൈംഗിക സുഖങ്ങളും കളിപ്പാട്ടങ്ങളും വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് തായ്ലൻഡിൽ. ഞാനവിടെ പട്ടായ എന്നാണ് സാക്ഷാൽ. എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ പേര് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, ഓർമ്മച്ചപ്പിലില്ല. അത് പട്ടായ എന്ന സ്ഥലത്ത് എല്ലാ പട്ടാമ്പരങ്ങളും കിട്ടും, എല്ലാ സുഖങ്ങളും അനുഭവിക്കുക എന്ന് പറയുന്ന പോലെ ഒരു സംസ്കാരത്തിലേക്ക്, ഭാരതീയമായ സംസ്കാരത്തെ അന്യൻ്റെ ഭാര്യയെ സഹോദരിയായിട്ട് കാണണമെന്ന് പഠിപ്പിക്കുന്ന, ജാരബന്ധങ്ങൾ സദാചാര വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ലൈംഗിക അരാജകത്വത്തിലേക്ക് നാടിനെ നയിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്തത്. ആ ചെയ്തവരെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കൽ മന്ത്രിസഭയെന്ന് പുറത്തായ എന്തിനാ? 15 പൈസയ്ക്ക് 3 എണ്ണം കിട്ടുന്ന ഒരു ഫാക്ടറി മാത്രമേ നമുക്ക് അനുവദിച്ച് കിട്ടുമെന്ന് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞതിന്. അതിനേക്കാൾ എത്ര തീവ്രമായിട്ടുള്ള വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാണ് പെണ്ണിനെ കാണുമ്പോൾ അവിടെ ഈ കാമമാണ് എന്നുള്ള വരുത്തുക, പ്രണയമാണ്. സ്നേഹമെന്ന് പറയാമായിരുന്നില്ലേ? ഈ പ്രണയം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചതൊരു വിവരദോഷമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട. അപ്പോൾ കുന്തവും കുടച്ചക്രമാണെന്ന് വിവരദോഷം കൊണ്ട് സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ലേ? ഇദ്ദേഹത്തെ അതുപോലെ പോലും മാറ്റി നിർത്താതെ കൊണ്ട് NSSൻ്റെ പ്രീതിക്ക് വേണ്ടിയോ എന്തിനാണെന്നറിയില്ല. തന്നെയല്ല, VIP ഒരു ബന്ധം ഇതിനകത്തുണ്ടെന്ന് പറയുന്നത് ആരാണെന്നറിയത്തില്ല. വലിയൊരു VIP മകളുമായിട്ടോ ഭാര്യയുമായിട്ടാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സ്വകാര്യതകളിലേക്കൊന്നും നോക്കുന്ന എനിക്ക് ആ വോയറിസം എനിക്കിഷ്ടമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ താല്പര്യമില്ല. എന്തായാലും സദാചാര വിരുദ്ധവും മന്ത്രിപദത്തിന് ചേരാത്തതുമായിട്ടുള്ള പ്രവൃത്തി അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്നുള്ളത് 100% വ്യക്തമല്ലേ? നമ്മളതിൻ്റെ ചികഞ്ഞു നോക്കണ്ടല്ലോ. എന്നിട്ട് അത് മന്ത്രിസഭയെ വെച്ച് എടുക്കുന്നത് എന്ത് ഉളുപ്പാണ് ഈ മന്ത്രിസഭയ്ക്കുള്ളത്, ഈ ഭരണകൂടത്തിനുള്ളത്? ഒന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.